ആകാശദൂത്. ഇറ്റ്സ് വെരി ഹാർഡ് ടു സീ ഇറ്റ്. നമുക്ക് ചാനൽ മാറ്റണം എന്ന് വേണ്ട എന്നൊക്കെ ഒരു ഭയങ്കര വളരെ ഡിഫിക്കൽട്ടാണ് ആ സിനിമ കാണാനായിട്ട്. പക്ഷേ ഇറ്റ്സ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ അറ്റ് ദ സെയിം ടൈം. സാർ എപ്പോഴെങ്കിലും ആ സിനിമ ചെയ്യുമ്പോൾ ലൈക്ക് വൈൽ യു ആർ ഡൂയിങ് ഇറ്റ് സാറിന് അറിയാറുന്നില്ലേ ഓഡിയൻസിന് ഇത്ര അധികം നമ്മൾ സങ്കടത്തിലേക്ക് തള്ളുന്ന ഒരു സിനിമയായിരിക്കും? സാറിന് നല്ല ഐഡിയ ഉണ്ടാവുമല്ലോ. അതതിൻ്റെ കഥ കേൾക്കുമ്പോഴേ അറിയാമായിരുന്നു. കഥ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാം ഇതിൻ്റെ ഒരു റീച്ച് അവിടം വരെ പോകുന്നൊക്കെ നമുക്കറിയാമായിരുന്നു. പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡിറ്റാച്ച്ഡായിട്ടേ ചെയ്യുള്ളൂ. കാരണം നമ്മൾ ഇമോഷണലി അതിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ക്രിയേറ്റീവ് ഏരിയയിലൊക്കെ അത് ബാധിക്കും. പക്ഷേ എന്നാലും ചില സമയത്ത് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് നമ്മളെ കണ്ണ് നിറയിപ്പിച്ചേക്കാം, ഫീൽ ചെയ്യിപ്പിച്ചേക്കാം. ഇപ്പോഴും പലരും പറയാറുണ്ട് അത് വരുമ്പോൾ മുഴുവൻ കാണത്തില്ല, കുറച്ച് കഴിയുമ്പോൾ മാറ്റും. ന്യൂ ആക്ടേഴ്സ്, യങ് ഫ്രഷ് അസ്പയറൻസിൽ അട്രാക്ട് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ആരൊക്കെ? ഏറ്റവും ആദ്യം പറയേണ്ട പേര് ശരിക്കും ഫഹദാണ്. ഫഹദ് നമ്മളെ സർപ്രൈസ് ചെയ്ത ഒരു ആക്ടറാണ്. കാരണം ആദ്യത്തെ സിനിമയിൽ കണ്ട ഫഹദല്ല പിന്നെ സെക്കൻഡ് കമ്മിങ്ങിൽ ചെറിയ റോഡുകളിലൊക്കെ തന്നെ ഫഹദിനെ പിന്നെ നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നത് മറ്റേ കേരള കഫേയിൽ ഒരു ചെറിയ വേഷത്തിൽ ഒരു ചെറിയ സീനിൽ വന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ കോക്ടെയിൽ പോലെ ഏതൊരു മൂവിയിൽ ഒരു ഓഫീസ് മാനേജറായിട്ടുള്ള അത്തരം ചെറിയ 2-3 സീനുകൾ. പക്ഷേ അപ്പം തന്നെ നമുക്ക് മനസ്സിലായി പഴയൊരു ഫഹദല്ല ഈ വന്നിരിക്കുന്നത് എന്നുള്ളത്. സോ എക്സ്ട്രീംലി ടാലൻറ്റഡ്. ഹൗ ഡു യു ബിക്കം എ സക്സസ്ഫുൾ ഡയറക്ടർ ആവാനായിട്ട് സാർ എങ്ങനെ ആയിത്തീരുന്നു? സിനിമ ഇഷ്ടമായിരുന്നു, സിനിമ കാണുമായിരുന്നു. ഇവിടെ നമ്മുടെ ചുറ്റും നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന സിനിമകൾ ആദ്യഘട്ടത്തിൽ റെഗുലറായിട്ട് കാണുമായിരുന്നു. പിന്നീടാണ് നമ്മളുടെ ഭാഷയ്ക്കും അപ്പുറത്ത് നമ്മുടെ നാട്ടിനും അപ്പുറത്തേക്ക് രാജ്യത്തിനും പുറത്തുള്ള ലോകത്തിലുണ്ടാകുന്ന സിനിമകളെക്കുറിച്ചൊക്കെ വായിക്കാനൊക്കെ തുടങ്ങി. അന്ന് ഇത്രമാത്രം റീച്ച് ഒന്നും. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ലോകത്തിൽ ഇറങ്ങുന്ന ഏത് സിനിമ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. അന്ന് അതില്ല, അതിനുള്ള സാധ്യതകളില്ല. അപ്പോൾ അത്തരം സിനിമകളുള്ളിടത്ത് അന്വേഷിച്ചു ഫിലിം സൊസൈറ്റികളിലൊക്കെ പോവുക, അത് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ഇതല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനപ്പുറത്ത് സിനിമയുടെ വേറെ വലിയ ലോകമുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന അപ്പോഴാണ്. അങ്ങനെ അതിൻ്റെ പുറകെ സിനിമ എന്ന് പറയുന്നത് ഒരു ആസ്വാദകൻ എന്ന നിലയിൽ അതിനെ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ളൊരു ഫിലിം വാച്ചിങ് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ആ സമയത്തൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കഥകൾ എഴുതുക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എൻ്റെ ഒരു താല്പര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് എന്നെ നവോദയ സ്റ്റുഡിയോയിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു ഡിസിഷനിലേക്ക് വന്നു. അങ്ങനെ അവരുടെ കൂടെ പോകാം, അവരുമായിട്ടുള്ള ആ കമ്പനിയുമായിട്ട് ചേർന്ന് അവരുടെ കൂടെയുള്ള അസോസിയേറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു ഡിസിഷൻ എടുത്തതോടുകൂടിയാണ് നമ്മൾ സിനിമയാണ് എൻ്റെ വഴിയെന്നൊക്കെ ഞാനും അപ്പോൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ എത്തി. പക്ഷേ അവിടെ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഒരു 5-6 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ പറ്റി. പക്ഷേ ഈ 6 സിനിമകൾ ചെയ്തതും നമ്മൾ പൂർണ്ണമായിട്ടും അതിൻ്റെ ബിഗിനിങ് ടു എൻഡ്, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് തൊട്ട് അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് വരെയുള്ള ഘട്ടത്തിലെല്ലാം നമ്മൾ അടുത്ത് നിന്ന് കണ്ട് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എനിക്കൊരു സിനിമ ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്തത്. ആദ്യം തൊട്ട് തന്നെ സിനിമ ഒരിക്കലും അന്വേഷിച്ച് അങ്ങോട്ട് പോയിട്ടില്ല. സിനിമ എപ്പോഴും എൻ്റെ മുമ്പിൽ വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്തരത്തിലാണ് ഇതുവരെ പോകുന്നത്. പിന്നെ അടുത്ത കാലത്താണ് വാതിലുകൾ അടയാൻ തുടങ്ങിയിട്ടുള്ളത്. സക്സസ്, ഫെയിലിയർ, 2 കാര്യങ്ങൾ സാർ എങ്ങനെയാണ് കാണുന്നത്? സക്സസ് സന്തോഷം തരുമെങ്കിലും ഞാൻ എക്സൈറ്റഡ് ആകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മോഹൻലാൽ ഫിനോമിനൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് എക്സൈറ്റഡ് ഒന്നും ആകത്തില്ല. സന്തോഷം ഉണ്ടാവും, ഉള്ളിൽ നല്ല സന്തോഷം ഉണ്ടാവാം. ഫെയിലിയേഴ്സ് വല്ലാതെ ഹേർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതും ഞാൻ പുറമേ അങ്ങനെ കാണിക്കാറില്ല. വാട്ട് ഈസ് ഹാപ്പിനെസ് ടു യു സർ? ഞാനൊരിക്കലും ഒരുപാട് പൈസ ഉണ്ടാക്കി ഒരുപാട് കാർ മേടിച്ച് അങ്ങനെ ചിന്തിക്കുന്ന ആളെയല്ല. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ്സിലല്ല. എനിക്ക് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കൂടെയുള്ളവർ, എന്നെ സ്നേഹിക്കുന്നവർ, എന്നെ അറിയുന്നവരൊക്കെ അവരെല്ലാവരും ഹാപ്പി ആയിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ എനിക്കും ആയിരിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. സർ, ആസ് എ ഡയറക്ടർ വാട്ട് ഇസ് ദ ബേസിക് ആയിട്ടുള്ള സ്കിൽസ് എന്താണ്? ഒരു നിരീക്ഷണം ഉണ്ടാകുക എന്നുള്ളതാണ്. വാച്ചിങ്, എല്ലാം കാണുക, ആൾക്കാരെ നമ്മൾ കാണുന്ന ഓരോ സിറ്റുവേഷനും നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മളൊരാൾ ഒരു സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ സംസാരിക്കുന്നു, ബിഹേവ്, അങ്ങനെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അടുത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഏറ്റവും നന്നായിട്ട് സിനിമ ചെയ്യാൻ കഴിയുക. ഇമോഷൻസിനെ ടെക്നോളജിയുടെ സഹായത്തോടെയാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അല്ലെങ്കിൽ പാസ് ഓൺ ചെയ്യുന്നത്. ഏത് രീതിയിലുള്ള ഒരു ഷോട്ടിലൂടെയാണ്, ഏത് രീതിയിലുള്ള ഒരു മൂമെൻറ്റിലൂടെയാണ് ആ ഷോട്ട് നമ്മൾ അയാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്.
അത് ചെയ്യാൻ കഴിയുമ്പോഴാണ് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട് മാറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വേർഷൻ അതിനെ പറയുന്നതാണ്. അതാണ് നീ നേരത്തെ ചോദ്യത്തിൻ്റെ ഒരു വലിയ വിപുലമായൊരു അർത്ഥം അതാണ്. ഒരു ഡയറക്ടർ ആകുക എന്ന് പറയുന്നത് ഹൗ ക്യാൻ യു ടച്ച് ഹാർട്ട്സ്. സർ ഒരുപാട് അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്, ലോട്ട്സ്, റൈറ്റ്, ലോട്ട് ഓഫ് റെക്കഗ്നിഷൻസ് ഹാവ് കം യുവർ വേ. സർ അതെങ്ങനെയാണ് കാണുന്നത്? എനിക്ക് ആദ്യം കിട്ടുന്നത് നാഷണൽ അവാർഡാണ്. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ സിനിമയ്ക്കാണ്. ഞാൻ തനിയാവർത്തനം വന്ന സിനിമയുടെ ലൊക്കേഷനൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ കാണുക. അന്ന് മൊബൈൽ ഫോൺസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ലൊക്കേഷനൊക്കെ നോക്കി ഇങ്ങനെ പാലക്കാട് ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ആ വീട്ടിലെ ആൾ എന്നെ തോന്നി നിങ്ങൾക്ക് അവാർഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ റേഡിയോ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഏത് സിനിമയ്ക്ക് ദേശീയ അപ്പോൾ അയാൾ പറഞ്ഞു ഏത് ദൂരെ കൂട് കൂട്ടാമെന്ന് പറയുന്ന സിനിമയാണ് നിങ്ങൾക്ക് അവാർഡ്. അപ്പോൾ എന്ത് അവാർഡൊന്നും എനിക്കറിയത്തില്ല. പിന്നെ വൈകുന്നേരം അന്ന് ടി വി ഇല്ലല്ലോ, വൈകുന്നേരം റേഡിയോ വരാൻ പിറ്റേ ദിവസം പത്രം വരാനോ കാത്തിരിക്കണം. അങ്ങനെ അത്ഭുതകരമായിട്ടാണ് ആദ്യത്തെ അവാർഡ് മുമ്പിലെത്തുന്നത്. യു ഫീൽ ദാറ്റ് ഇറ്റ്സ് നോട്ട് റിസീവ്ഡ്, അതിൻ്റെ ഡ്യൂ റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്ന ഒരു സിനിമയുണ്ടോ? ഉണ്ട്. ഒന്നത് എനിക്ക് ദശരഥമാണ്. ദശരഥം ഒരുപക്ഷെ കാലത്തിന് മുമ്പേ പിറന്ന സിനിമയാണ്. കാരണം ദശരഥത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയവും അത്തരത്തിലുള്ളൊരു ചികിത്സാ രീതികളൊന്നും വളരെ സാധാരണമല്ല. അന്നും ഉണ്ട്. അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്ന് ലോഹിതദാസിന് നേരിട്ടറിയാവുന്ന ഒരു വിഷയത്തിൽ നിന്ന്, ഒരു സംഭവത്തിൽ നിന്നാണ് കഥ ഉണ്ടാകുന്നത്. ആ കാലത്ത് നിന്നുകൊണ്ട് അങ്ങനെ സിനിമ പറഞ്ഞപ്പോൾ അത് തിയേറ്ററിൽ ആ സിനിമ അത്ര നന്നായിട്ടും സ്വീകരിക്കപ്പെട്ടില്ല. കുഴപ്പമില്ലാതെ ഒരു സിനിമ എന്നുള്ളൂ. പക്ഷേ അത് പിന്നീട് ആ സിനിമ ഇപ്പോഴും അതിൻ്റെ കാസറ്റ്സ് റിലീസ് ചെയ്തപ്പോഴും ഇപ്പോൾ ടെലിവിഷനിൽ വരുമ്പോഴും അത് വലിയ രീതിയിൽ ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. മോഹൻലാലിൻ്റെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ചർച്ച ചെയ്യപ്പെടാവുന്നതും അതിലാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സാർ അസിസ്റ്റ് ചെയ്തിരുന്നു. അതിലത്തെ ലാൽ സാർ ഭയങ്കര ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അത് തീർച്ചയായും അവിടെ നിന്ന് വളരെ മാറി നിന്ന് ഒരുപാട് പോസിറ്റീവ് ക്യാരക്ടറിലേക്ക് സാർ കാസ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു രീതിയിൽ കാസ്റ്റ് ചെയ്തിരുന്നു സാർ. അത് അന്നേരം നമുക്കത് കാണാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഞാനൊരു ക്യാരക്ടറിനെ കാണുമ്പോൾ നെഗറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലത് നെഗറ്റീവായിട്ടേ കിടക്കുള്ളൂ. ആ ആളുടെ വേറൊരു ഷെയ്ഡിലേക്ക് സാറിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റിയത്? അതെങ്ങനെയാണ് സാർ കാണുന്നത്? അതെ, എൻ്റെ അടുത്ത് അതിനകത്ത് വലിയൊരു ഐറണി ഉള്ളത്, മോഹൻലാലിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന 4 പേരുടെ കൂട്ടത്തിൽ ഒരാൾ ഞാനാണ്. കുറേ ആൾക്കാരെ പുതിയ ആൾക്കാരെ വെച്ചിട്ടാണ് സിനിമ പ്ലാൻ ചെയ്തത്. അപ്പം ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നു, അവർ ഇൻ്റർവ്യൂ ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും വീണ്ടും വിളിച്ചു കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർ വന്നു. അതിൽ കൂട്ടത്തിൽ ഇയാളാണ്, മോഹൻലാലാണ്. അപ്പോൾ അയാളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ ആ പടത്തിൻ്റെ ഡയറക്ടർ ഫാസിലുണ്ട്, ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ജിജോ ഉണ്ട്, അപ്പച്ചൻ സാറിൻ്റെ മകനുണ്ട്, പിന്നെ ഞാനുണ്ട്, അദ്ദേഹത്തിൻ്റെ ബ്രദറുണ്ട്. കഥ എഴുതിയേക്കുന്നതും ഡയറക്റ്റ് ചെയ്യേണ്ട ആളും ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തേക്കുന്നതും ഫാസിലാണ്. അങ്ങനെ എല്ലാവരും മാർക്കിടാൻ പറഞ്ഞു, നമ്മളെല്ലാവരും മാർക്കിടും. അപ്പം ഞാൻ അയാൾക്ക് കുറച്ച് മാർക്ക് കിട്ടുള്ളൂ, 5 മാർക്കോ 2 മാർക്കോ എന്തോ ഞാൻ ഇട്ടേക്കുന്നത്. മറ്റവർ തന്നെ അയാൾക്കൊരു 90% മാർക്ക് അവർ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഫാസിൽ എന്ന് പറയുന്ന ഡയറക്ടർ ഈ കഥാപാത്രത്തെ കണ്ടേക്കുന്ന മാനറിസം കാര്യങ്ങളൊക്കെ ഇയാളുണ്ടായിരുന്നു. ആ പർട്ടിക്കുലർ ക്യാരക്ടറിന് അയാൾ കൃത്യമായിട്ടും ഫിറ്റിംഗ് ആണെന്ന് അതിൻ്റെ ഡയറക്ടർക്ക് ബോധ്യമുണ്ട്. അത് തന്നെയാണ് ശരിയായ ഡിസിഷനും. നമുക്കാദ്യം ഇയാളിങ്ങനെ ചെരിഞ്ഞ് നടക്കലും ഇങ്ങനെ ഇയാളൊരു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് എന്താണെന്നില്ല. പക്ഷെ അത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഫാസിലിനെ പോലുള്ളൊരു ഡയറക്ടറുടെ കഴിവ്. ജിജോയ്ക്കും അത് മനസ്സിലായി, എനിക്കത് ബോധ്യപ്പെട്ടില്ല. എൻ്റെ മനസ്സിൽ ഒരു പക്ഷേ നമ്മൾ കൺവെൻഷനലായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയതാവാം. പക്ഷേ അതിൻ്റെ ഐറണി എന്ന് പറയുന്നത് ആ ആക്ടർ പിന്നീട് എൻ്റെ സിനിമകളിലൂടെ അദ്ദേഹത്തിന് 2 ദേശീയ അവാർഡുകൾ നേടിയെന്നുള്ളതാണ്.